കോതമംഗലം താലൂക്കിലെ റേഷൻ കടകളിൽ മട്ടയരിയുടെ വിതരണം സ്തംഭനത്തിലായി. ടൺ കണക്കിന് അരിയാണ് കടകളിൽ സ്റ്റോക്കുള്ളത്. ഇതുമൂലം വ്യാപാരികളും കാർഡുടമകളും ദുരിതത്തിലാണ്. അധികൃതരുടെ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റി ആരോപിച്ചു. കോതമംഗലം താലൂക്കിലെ റേഷൻ കടകളിൽ 2 മാസമായാണ് മട്ടയരിയുടെ വിതരണം മുടങ്ങിയിട്ടുള്ളത്. സപ്ലൈ ഓഫീസിൽ നിന്നും നൽകുന്ന പോളിസി അനുസരിച്ചാണ് ഓരോ വിഭാഗത്തിനും നിശ്ചിത അളവ് അരി വിതരണം ചെയ്യുന്നത്. 2 മാസമായി പോളിസി കൃത്യമായി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വിതരണം നടന്നത്. പച്ചരിയും വെള്ളയരിയും മാത്രമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. താലൂക്കിലെ 122 റേഷൻ കടകളിലും മട്ടയരി സ്റ്റോക്ക് ഇരിക്കുകയാണ്. 30 ടണ്ണിലേറെ അരി ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. കാർഡ് ഉടമകൾക്ക് അരി ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അരി ഉപയോഗശൂന്യമാകുന്നതും തൂക്കം കുറയുന്നതും പ്രശ്നമാണെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് സെക്രട്ടറി MM രവി പറഞ്ഞു. മറ്റു താലൂക്കുകളിലെല്ലാം മട്ടയരിയുടെ വിതരണം കൃത്യമായി നടക്കുന്നുണ്ട്. സമീപ താലൂക്കുകളിലെല്ലാം മട്ടയരി വിതരണം ചെയ്യുമ്പോൾ കോതമംഗലം താലൂക്കിൽ മാത്രം മട്ടയരി വിതരണം ചെയ്യാത്തതിനാൽ അവിടെ നിന്ന് പോർട്ടബിലിറ്റി സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് വരുന്ന കാർഡ് ഉടമകൾക്ക് റേഷൻ വാങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അല്ലെങ്കിൽ അവരുടെ മട്ടയരി നഷ്ടപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അവിടെ മട്ടയരി വിതരണം ചെയ്യുക, നമ്മുടെ താലൂക്കിൽ മാത്രം മട്ടയരി വിതരണം ചെയ്യാൻ പറ്റാതിരിക്കുക. നമ്മുടെ താലൂക്കിൽ മട്ടയരി നമ്മൾ കൂടുതൽ അടിച്ചു കൊടുത്താൽ അത് ഒരു പ്രശ്നത്തിലേക്ക് വരും എന്നുള്ളതിന് അവർക്കും മട്ടയരി നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇതിനെല്ലാം ഒരു അടിയന്തര പരിഹാരം ഉണ്ടാകണം എന്ന് മാത്രമാണ് AKRRDA എന്ന സംഘടന ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ താലൂക്ക് കമ്മിറ്റി പറയാനുള്ളത്. ജനങ്ങൾക്കും ഇത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് റേഷൻ കഴിഞ്ഞ മാസങ്ങളിൽ പല കടകളിലും ഇതുമായിട്ട് തർക്കങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. മട്ടയരി കടകളിലെല്ലാം കാണാൻ മാത്രം മുൻവശം തന്നെ പട്ടിയിടുകയും അത് വിതരണം ചെയ്യാൻ പറ്റാത്തതിന് പല കടകളിലും അതുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ മാസവും വാദപ്രതിവാദങ്ങൾക്ക് അവസരം ഉണ്ടാക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. NPS എന്ന വിഭാഗത്തിന് 1 കിലോ അരി പോലും വിതരണത്തിലില്ല. എല്ലാ കടകളിലും പൂർണ്ണമായിട്ട് NPS വിഭാഗത്തിന് വിതരണത്തിലുള്ള മട്ടയരി സ്റ്റോക്ക് ഉണ്ട് എന്നിരിക്കുകയാണ് 1 കിലോ അരി പോലും വിതരണത്തിൽ ഇടാത്തത് എന്നുള്ളതും ഈ തരണത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. മട്ടയരിയുടെ വിതരണത്തിന് നടപടിയെടുക്കാത്ത സപ്ലൈ ഓഫീസറുടെ നടപടിയിൽ അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. KS അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് VV ബേബി ഉദ്ഘാടനം ചെയ്തു. MM രവി, TM ജോർജ്, ഷാജി വർഗീസ്, മോൻസി ജോർജ്, PP ഗീവർഗീസ് എന്നിവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.